നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി മേഖലയിലെ വൈദ്യുതി പ്രശ്നം പതിവാകുന്നു. ഇവിടെ എല്ലാ ദിവസവും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആയതോടെ ജനങ്ങളും വലയുകയാണ്. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എല്ലാ ദിവസവും തിരൂരങ്ങാടി മേഖലയിൽ വൈദ്യുതി പ്രശ്നം നേരിട്ടതോടെയാണ് പ്രതിഷേധം കനത്തത്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ KCB ഓഫീസുകളിലേക്ക് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. രാത്രിയിലും അർദ്ധരാത്രിയിലുമടക്കം നാട്ടുകാർ പരാതിയുമായും പ്രതിഷേധവുമായും KCB ഓഫീസിൽ എത്തിയിരുന്നു. തലപ്പാറ KCB ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ചായിരുന്നു തിരൂരങ്ങാടി AR നഗർ VK പടി നിവാസികളുടെ സമരം. അർദ്ധരാത്രിയോടെ ചൂട്ടും കത്തിച്ച് KCBക്കുമെതിരെ മുദ്രാവാക്യങ്ങളും വിളിച്ചായിരുന്നു നാട്ടുകാർ ഓഫീസ് ഉപരോധിച്ചത്. അതേസമയം കൊടിഞ്ഞി സ്വദേശികൾ തിരൂരങ്ങാടി KCB ഓഫീസിൽ കിടന്നുറങ്ങിയും പ്രതിഷേധിച്ചിരുന്നു. ഓഫീസിൽ വോൾട്ടേജ് ക്ഷാമം ഇല്ലെന്നുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ശനിയാഴ്ചയിലെ സമരം. അലി കിടക്കുന്നതോടെ അലിയൂടെ ഇറങ്ങി കറണ്ടില്ലാഞ്ഞിട്ട് KCB ഓഫീസിൽ വന്നാണ് കിടക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട് അല്ലേ? ഇന്ന് നല്ല കാറ്റുണ്ട്. വോൾട്ടേജ് മൊത്തം ഇവിടെയാണ്. അങ്ങനെ KCB ആൾക്കാർ കയ്യോടെ പൊട്ടും. നമ്മൾ ഉത്തരവാദിത്തത്തിലാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ആരൊന്നും ചെയ്യില്ല. ഞങ്ങൾ വണ്ടി ഇട്ടുള്ളി മുത്ത് തീകരിക്കാം. ജീപ്പ് എടുക്ക വണ്ടി എടുക്ക. അലിയോടെ വിളിച്ച അലിയോടെ തിരിച്ച് അതേസമയം ഇനി മുതൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് മാറുന്നതുവരെ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. ഇതിനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ കയറി ഇനി കറണ്ട് ബില്ല് അടയ്ക്കേണ്ട എന്ന നോട്ടീസ് നൽകി നിസ്സഹകരിക്കുവാനാണ് പദ്ധതിയെന്നും അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് അറിയില്ലെന്നും അതിലും മാറ്റമുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ വോൾട്ടേജിന് പുറമെ, വോൾട്ടേജ് ഏതായാലും മോശമാണ്, അതിന് പുറമെ മിന്നി മാറി കളിക്കുന്ന ഇവിടുത്തെ അപ്രഖ്യാപിതമായിട്ടുള്ള പവർ കട്ടുകൾ പെട്ടെന്ന് പോകുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നു, ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥ. ഇവരോട് ചോദിക്കുമ്പോൾ പറയും ഓവർലോഡാണെന്ന് പറയും. ഈ ഓവർലോഡ് പരിഹരിക്കേണ്ടത് ആരാണിത്? ഞങ്ങളല്ലല്ലോ, ഉപഭോക്താക്കളല്ലല്ലോ ഈ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അത് ഇവർ പവർ കൂട്ടേണ്ടതും അതിന് പര്യാപ്തമായ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കേണ്ടതും അതേപോലെ തന്നെ സബ്സ്റ്റേഷൻ ഇപ്പോൾ വന്നിട്ട് പാസ്സായി കിടക്കുന്നൊരു കുറേ കാലമായിട്ട് സ്ഥലം വരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാല്ലാതെ വേറെ മാർഗം കാണുന്നൊന്നുമില്ല. 3 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 3 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെന്നുപറമ്പ് ഇത് വരുന്നു, സബ്സ്റ്റേഷൻ വരുന്നു എന്നുള്ളതൊക്കെ. അതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വരണമെങ്കിൽ ഒരു വലിയൊരു ലോഡ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഈ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. മുഴുവനായിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഇവർക്ക് പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു കറണ്ട് പോകുമ്പോഴേക്ക് ഇവിടേക്ക് വരുന്ന കോളുകൾ ആയിരക്കണക്കിന് കോളുകളാണ്. അതിൻ്റെ പേരിൽ ഒരു കൈയും ഒരാളും ഒരു ഫോണിലുള്ളത്. ഇവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്, ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. 100-150 കോളുകൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഒരു അറുതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ, അവരാണ് തിരുവനന്തപുരത്ത് ആഴ്ചയിൽ 3-4 ദിവസം പോയി ചീഫ് മിനിസ്റ്ററെ കാണുന്നതും വിദ്യുച്ഛക്തി മന്ത്രിയെ കാണുന്നതൊക്കെ അവരാണ്. അവർക്കാണ് അതിനുള്ള ഞങ്ങളെക്കാളും കൂടുതൽ സൗകര്യം അവർക്കാണ്. അപ്പോൾ അവർ ഇതിനൊരു മുൻകൈ എടുക്കണം. ഇതിന് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളിപ്പോൾ വരും ദിവസങ്ങൾ നടത്താൻ പോകുന്നു. ഞങ്ങളിപ്പോൾ ബില്ലടക്കാതെ നിസ്സഹകരിക്കണം എന്നുള്ള തീരുമാനത്തിൽ വരെ ഞങ്ങൾ വലിയൊരു കൂട്ടായ്മ എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളും ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ട് ബില്ലടക്കരുത് എന്ന് പറയുന്ന ഒരു നിസ്സഹകരണം, അത് ആ ഒരു മുറ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് തീർച്ചയായും ഇതിൻ്റെ അധികൃതരുടെ കണ്ണുറപ്പിക്കാൻ ഒരു പരിധി വരെ സഹായകമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ തന്നെ അതിലും പരിഹാരമായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു കൂട്ടായ്മ ഇവിടെ റോഡ്
തടയുന്ന അവസ്ഥയിലേക്ക് വരെ ഞങ്ങൾ വാഹനങ്ങൾ തടയേണ്ട അവസ്ഥയിലേക്ക് വരെ ഞങ്ങൾക്ക് എത്തേണ്ടി വരും. കാരണം അതിന് മാത്രം കഷ്ടപ്പാട്. പിഞ്ചു മക്കളുണ്ട്, ഗർഭിണികളുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. താലൂക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിൻ്റെ കീഴിൽ ഞങ്ങൾ അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പോയി കാണുകയും അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ തന്നു. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ വെന്നിയൂരൊരു സബ്സ്റ്റേഷൻ വരുന്നുണ്ടെന്നും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ലെറ്റർ തന്ന് അതായിട്ട് അന്നത്തെ അദാലത്ത് കരുതലും കൈത്താങ്ങും എന്നുള്ള ഇതിൽ പോയി. അന്ന് അവിടുന്ന് കലക്ടറും മന്ത്രി അബ്ദുറഹ്മാനും ഇവരൊക്കെ ഇരുന്ന് നേരിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അവിടുന്ന് നേരിട്ട് 1/2 മണിക്കൂറിൽ മേലെ ഇരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞ് ഡിസംബറോട് കൂടി അത് പദ്ധതി ഉദ്ഘാടനം കഴിയുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പിന്നീട് കഴിഞ്ഞ ആഴ്ചന് നിങ്ങൾ മനോരമ വാർത്തയിൽ വന്നത് അത് ഹൈവേ പ്രൊജക്റ്റ് കാരണം അത് നീണ്ടുപോകണമെന്ന്. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാൻ നമ്മളെ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ല. ഇപ്പോഴത്തെ ചൂട് കഴിഞ്ഞ വർഷം 15% മുതൽ 20% വരെ ആയിരുന്നു ലോഡ് കൂടുതൽ എടുത്തിരുന്നത്. ഇപ്രാവശ്യത്തെ ചൂട് കൂടുതൽ കാരണം അത് 40ലേക്ക് കടന്നു. ദിവസവും 8-10 ട്രാൻസ്ഫോമറുകൾ ഓഫാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഓഫാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ സൗകര്യത്തിനാണ്. തിരയങ്ങാടിക്കാർ വന്നാൽ തെന്നലക്കാരത് ഓഫാക്കും, തെന്നലക്കാരത് വന്നാൽ ചെറുക്കാരത് ഓഫാക്കും. ഇങ്ങനെ ആകുമ്പോൾ ജനങ്ങൾക്കൊന്നും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഈ ചൂടിൽ. ചെറിയ കുട്ടികളും വലിയവരുമായിട്ട് ഒരു സമയബന്ധിതമായിട്ട് 1/2 മണിക്കൂർ ഓഫാക്കുകയാണെങ്കിൽ ആ 1/2 മണിക്കൂർ പുറത്തിറങ്ങി നിന്നാൽ മതി. അതല്ല, ഏത് സമയത്തും ഇവർക്കുള്ളതിനനുസരിച്ച് ഓഫാക്കുക. ഇത് ജനപ്രതിനിധികളെ ഒരു പോരായ്മ തന്നെ മാത്രമാണിത്. അത് അവർ 220 വാർഡ്സിനുള്ള കൺസ്ട്രക്ഷനുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു കൺസ്യൂമറാണ്. അവരേക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട, നമുക്ക് തരേണ്ടതായ ഒരു ന്യായമായ ഒരു അവകാശമാണ് ചോദിക്കുന്നതുള്ളൂ. എക്സ്ട്രാ ഒന്നും ചോദിക്കുന്നില്ല. അത് തരുന്നതിൽ അവർ വരുത്തുന്ന വീഴ്ച വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനങ്ങൾക്ക് മൊത്തത്തിൽ. അതിനൊരു അടിയന്തര പരിഹാരം കാണണം, ശാശ്വത പരിഹാരം കാണണം. ഇപ്പം ഇനി വെന്നിയൂർ സബ്സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഇതിനൊരു 100% ശാശ്വത പരിഹാരം ആവില്ല. കാരണം വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടതിലും വോൾട്ടേജ് അവർ ജനങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. സ്വന്തമായിട്ടൊരു ട്രാൻസ്ഫോമർ അവർ വെക്കുന്നില്ല. എത്ര വലിയ വലിയ ബിൽഡിങ്ങുകൾ ചെമ്മാട്ടങ്ങാടിയിലും അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലുണ്ട്. അവരൊക്കെ ഈ ബിൽഡിങ്ങിന് കറണ്ട് ഉപയോഗിക്കുന്നത് ഈ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഇതിനാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് സ്വന്തമായിട്ട് ട്രാൻസ്ഫർ വെക്കേണ്ട അത്രയും ലോഡ് ഉപയോഗിക്കുന്നത് അവരൊക്കെ ഈ ബന്ധപ്പെടണം. അതിന് ജനപ്രതിനിധികൾ തയ്യാറാകാത്ത എന്താ വെച്ചാൽ വോട്ട് ബാങ്കാണ്. ഇവർക്ക് വോട്ട് ബാങ്ക്, വോട്ട് രാഷ്ട്രീയം, പൗരപ്രമുഖർ ഇങ്ങനെയുള്ളവരൊന്നും പിണക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പൊതുജനങ്ങളെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ നിൽക്കുന്നത് എത്ര വേർത്തിട്ടാണ്. ഈ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ സ്ഥിതി ഇതിനേക്കാളും ഭയാനകമാണ്. അപ്പോൾ ഈ പൊതുജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വരെ ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന്. വൈദ്യുതിയുടെ അമിത ഉപയോഗം കാരണമാണ് വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. നിലവിൽ പരമാവധി ശേഷിയായ 200 ആംപിയറിന് പകരം 220, 235, 240 ആംപിയർ വരെ ലോഡ് എടുക്കുന്നുണ്ട്. ഇതുമൂലം പലപ്പോഴും ഫീഡറുകൾ സബ്സ്റ്റേഷനിൽ ട്രിപ്പായി പോകുന്നു. രാത്രികാലങ്ങളിൽ അസാധാരണമായ രീതിയിൽ ലോഡ് വർധനവ് കാണുന്നുണ്ട്. രാത്രി 10 മണിക്കും 1 മണിക്കും ഇടയിലാണ് ലോഡ് കൂടി വരുന്നത്. AC-കളുടെ അമിത ഉപയോഗം, വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് എന്നിവ ഈ വർഷം വളരെ കൂടിയതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നതെന്നും കൂടാതെ ചൂട് ഓരോ ദിവസവും കൂടി വരികയാണെന്നും ട്രിപ്പായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യുന്നത് പ്രായോഗികമല്ലെന്നും അതിന് കാരണം ലോഡ് വീണ്ടും കൂടും എന്നതിനാൽ ഉടനെ ചാർജ് ചെയ്താൽ ഫ്യൂസ് ട്രിപ്പായി പോകുമെന്നും ഫീഡറിലെ മൊത്തം ട്രാൻസ്ഫോമറുകളും വൈദ്യുതി നിലയ്ക്കുമെന്നും തിരൂരങ്ങാടി KSEB സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാനവാസ് പറഞ്ഞു. മാനേജ് ചെയ്യാൻ പറ്റില്ല. ലോഡ് മാനേജ് ചെയ്യാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഫീഡറുകൾക്കെല്ലാം 200 ആംപിയർ ശേഷിയുള്ള ഫീഡറാണ് നമുക്ക് മെയിനായിട്ടൊരു വേണ്ടത്. അത് രാത്രിയാകുമ്പോൾ 250 ആംപിയർ, 270 ആംപിയറിലൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത്. അത്രയും താങ്ങാനുള്ള ശേഷി നമുക്ക് നമ്മുടെ ഫീഡറുകളില്ല. അപ്പം അഡീഷണലായിട്ട് അങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് ഫീഡറുകളുടെ ഓട്ടോമാറ്റിക് ട്രിപ്പായി പോയിട്ട് അത് രണ്ടാമത് ചാർജ് ചെയ്യുമ്പോൾ ആ ഫീഡറുകൾ അങ്ങനെ നില നിൽക്കത്തില്ല. അത് അപ്പോഴേ വീണ്ടും ട്രിപ്പാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ലോഡ് കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ച് ഫീഡർ ചാർജ് ഇടാൻ പറ്റും. അപ്പോൾ മൊത്തത്തിലുള്ള സപ്ലൈ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ട്രാൻസ്ഫർ റാൻഡമായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ലൈൻ ചാർജ് ചെയ്ത് ലോഡ് കുറയുന്ന സമയത്ത് അത് ചാർജ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ രാത്രി കാലങ്ങളിൽ ഇപ്പം ഈ കംപ്ലീറ്റ് AC-യും ഈ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് കഴിവതും ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഈ ഒരു അവസരത്തിൽ നമുക്ക് ലോഡ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നേരെ വേണം കൊണ്ടുപോകാം. നമ്മുടെ വീടുകളിൽ രാത്രി സമയം നമുക്ക് ആവശ്യമില്ലാത്ത
ഒരു 5 AC ഉള്ള വീടാണെങ്കിൽ 1-2 AC ഉപയോഗിക്കുക, ബാക്കി കഴിവതും ഒരു ഹാളിലെ ഒരു റൂമിൽ കിടക്കത്തെ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിനൊക്കെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണി നേരത്തെ പീക്ക് ടൈം എന്ന് പറയുന്നത് സന്ധ്യാസമയമായിരുന്നു. ഇപ്പോൾ അത് മാറി 10:30 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പീക്ക് തുടങ്ങുന്നത്. ഏകദേശം 2 മണി വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അതിന് ശേഷമേ നമുക്കൊരു ലോഡ് കുറയുന്നൊരവസ്ഥ വരുന്നത്. 2 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ് എല്ലാം നോർമലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ജനങ്ങൾ സഹകരിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഭാവിയിൽ നമുക്ക് സബ്സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ മാറുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ജനങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. വീടുകളിൽ AC ആയാലും ഇൻഡക്ഷൻ കുക്കറായാലും വാഷിംഗ് മെഷീൻ മോട്ടർ ഇന്ന് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കും. അതുപോലെ മെയിനായിട്ട് EV ചാർജിങ് സ്റ്റേഷനുകൾ EV ചാർജ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കഴിവതും 2 മണി കഴിഞ്ഞു അത് പല സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു വിഷയമില്ല. പകല് സോളാർ ജനറേഷനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിന് വലിയ വിഷയങ്ങളില്ല. പക്ഷേ ഈ ഒരു സന്ധ്യ, അതായത് രാത്രി 1 മണി വരെ ഇപ്പോൾ ലോഡ് അതീവ കൂടിയിരിക്കുകയാണ്. അതൊക്കെ കുറച്ചുകൂടി സംവിധാനം ജനങ്ങൾ വിചാരിച്ചേ പറ്റത്തുള്ളൂ. വീടുകളിൽ ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വലിയ എല്ലാവർക്കും പരിക്കില്ലാതെ പോകാൻ പറ്റും.